ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പായസം റെസിപ്പി ആയിട്ടാണ്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. 3 ഇൻഗ്രീഡിയൻസ് ആണ് മെയിനായിട്ട് വേണ്ടുന്നത്: പാല്, പഞ്ചസാര, ചോറ്. അപ്പോൾ ഇത് മൂന്നും ഉണ്ടെങ്കിൽ പായസം റെഡി. വളരെ സിമ്പിളാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്തെടുത്ത കാഷ്യൂനട്ടും കിസ്മിസും കോരി മാറ്റി വെക്കാം. എന്നിട്ട് അതേ പാനിലേക്ക്, അതേ നെയ്യിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ സമയമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഈ നെയ്യുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1/2 ലിറ്റർ പാല് ചേർക്കുന്നുണ്ട്. കപ്പളവിൽ പറയുകയാണെങ്കിൽ ഏകദേശം 2.5 കപ്പ് അളവിൽ പാലുണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ പാലിൽ കിടന്നിട്ട് ചോറ് ഒന്നുകൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഇതിപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകി വരട്ടെ. പായസം കുറുകി വന്നിട്ടുണ്ട്. ഇനി പഞ്ചസാര ചേർത്തിട്ട് വീണ്ടും കുറുക്കിയെടുക്കണം. കുറച്ചുകൂടി ഒന്ന് തിക്കാക്കി എടുക്കണം. അപ്പോൾ നമുക്കിതങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് പഞ്ചസാരയുടെ കാര്യം നോക്കാം. പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. കാരമലൈസ് ചെയ്തിട്ടാണ് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ പാനിലേക്ക് നമുക്ക് ചേർത്തിട്ട് ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട. ഇതിവിടുന്ന് മെൽറ്റായി വരട്ടെ. മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. ഇപ്പോൾ പഞ്ചസാര ചെറുതായിട്ടൊന്ന് മെൽറ്റായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് മെൽറ്റായി വരട്ടെ. എന്നിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇതേ കുറച്ച് പഞ്ചസാര മാത്രം മെൽറ്റാവാതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഇളക്കി യോജിപ്പിക്കാം. എല്ലായിടത്തും ഒരുപോലെ ആവണം. പഞ്ചസാരയുടെ കളറ് ഡാർക്ക് കളറാവാൻ പാടില്ല. നന്നേ ഡാർക്ക് കളറാവുന്നതാണെങ്കിൽ പായസത്തിന് ഒരു കയ്പ്പ് രുചി ഉണ്ടാവും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. ഫ്ലെയിം ഒട്ടും കൂടാൻ പാടില്ല. വൈറ്റ് കളറിലുള്ള പാനൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് മനസ്സിലാവും. ആ കളർ ചേഞ്ചൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അങ്ങനെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ടൊന്നുമില്ല. ഇത് ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇത് പായസത്തിലേക്ക് ചേർക്കുന്ന സമയത്ത് ഇത് കട്ട പിടിച്ചിരിക്കും. അത് കുഴപ്പമൊന്നുമില്ല. പായസം വീണ്ടും ചൂടായിട്ട് വരുമ്പം ഇത് മെൽറ്റായി തുടങ്ങും. അപ്പോൾ ഇത് പുറത്ത് അധിക സമയം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. വേഗം തന്നെ പായസത്തിലേക്ക് ചൂടോടുകൂടെ തന്നെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എന്നിട്ട് നമുക്കിത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അങ്ങനെ പായസം ദേ ഇവിടെ വീണ്ടും നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ആവശ്യത്തിന് തിക്കായിട്ട് വരുമ്പോൾ, കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചോറ് വെച്ചിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നൊരു പായസം കുടിക്കാൻ കൊതിയൊക്കെ തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ്.
പാലട പായസത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം. നമ്മുടെ ചാനലിലെ മറ്റുള്ള പായസം റെസിപ്പീസൊക്കെ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്